ഓം ശാന്തി. എല്ലാ സമയത്തും പോസിറ്റീവായിരിക്കാൻ, എനർജറ്റിക് ആയിരിക്കാൻ, ഊർജ്ജസ്വലരായിരിക്കാൻ, ഉന്മേഷമുള്ളവരായിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കയറി വരികയും അത് നമ്മുടെ ജീവിതത്തെ ആകെ ഭരിക്കാൻ തുടങ്ങുകയും അറിയാതെ ഡള്ളായ, വിഷമിച്ചിരിക്കുന്ന, നെഗറ്റീവായിരിക്കുന്ന, റിയാക്റ്റീവായിരിക്കുന്ന പേഴ്സണാലിറ്റീസായിട്ട് പലരും മാറുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുന്ന ഇമോഷൻസിൽ എപ്പോഴും നമ്മൾ ഇരിക്കാൻ വേണ്ടി, അഥവാ പോസിറ്റീവായിരിക്കുന്ന അനുഭൂതികളുടെ, നല്ല നല്ല അനുഭൂതികളുടെ ലോകത്ത് സദാ ജീവിക്കാൻ നമുക്കിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ബേസിനെ കുറിച്ച് മനസ്സിലാക്കിയേ പറ്റും. അഥവാ നമ്മുടെ ഇമോഷൻസ് നെഗറ്റീവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തോട്ട്സും നെഗറ്റീവായിരിക്കും. ഇമോഷൻസ് പോസിറ്റീവാണെങ്കിൽ തോട്ട്സും പോസിറ്റീവായിരിക്കും. തോട്ട്സ് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിലീവ് സിസ്റ്റം, നമ്മുടെ വിശ്വാസങ്ങൾ പോസിറ്റീവായിരിക്കണം. അഥവാ എൻ്റെ വിശ്വാസങ്ങൾ, ബിലീവ് സിസ്റ്റത്തിൽ എനിക്ക് എൻ്റെ ശരിയെന്ന് ധരിച്ചു വെച്ച കാര്യങ്ങളിൽ നെഗറ്റീവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവായിരിക്കുന്ന എനർജി എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. നെഗറ്റീവായ സാധനം മാത്രമേ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ ബിലീവ് സിസ്റ്റം പോസിറ്റീവാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ എൻ്റെ പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ ആധാരത്തിലൂടെ, പോസിറ്റീവായിരിക്കുന്ന ഇമോഷൻസിൻ്റെ ആധാരത്തിലൂടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടെ മാത്രം റെസ്പോൺസ് കൊടുത്തുകൊണ്ട് റിയാക്റ്റീവ് ആവാതെ ഹാപ്പി ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിലുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ തോട്ട്സ്, ബിലീവ് സിസ്റ്റം എന്ത് എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിയാൽ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും വളർന്നു വന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളുടെ ആധാരത്തിൽ ചിലർ ഡിക്റ്റേറ്റീവ് നോവൽസാണ് കൂടുതൽ വായിച്ചിട്ടുള്ളതെങ്കിൽ അവരുള്ളിൽ ഭയം വളരെയധികം പ്രൊജക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ പൈങ്കിളി നോവൽ പോലതായിരിക്കുന്ന ബുക്കുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെങ്കിൽ വികാരപരമായിട്ടുള്ള ചിന്തകൾ അവരുള്ളിൽ കൂടുതലായിരിക്കും. അവർക്കും അവരുടെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പോസിറ്റിവിറ്റീനോ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതേസമയം മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങൾ, നല്ല നല്ല ബുക്കുകൾ, പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൻ്റെ ബുക്കാണ് വായിച്ചിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും വളർന്നു വന്ന ആ ഒരു പേഴ്സണാലിറ്റിയിൽ അതിൻ്റെതായിട്ടുള്ള പോസിറ്റിവിറ്റി സ്വയമേവ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടിൽ എല്ലാവരും നമ്മളെ ചീത്ത പറയാനും, തെറി വിളിക്കാനും, കുറ്റപ്പെടുത്താനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റിയാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതേസമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കിട്ടാനും, അംഗീകരിക്കാനും, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനും കുറച്ച് ആളുകൾ, എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വാക്കുകളുടെ ആധാരത്തിൽ, പ്രവൃത്തികളുടെ ആധാരത്തിൽ, അംഗീകാരത്തിൻ്റെ ആധാരത്തിൽ, അപ്രീസിയേഷൻ്റെ ആധാരത്തിൽ, കേട്ടതിൻ്റെ, കണ്ടതിൻ്റെ, നമ്മളുള്ളിൽ സ്വീകരിച്ചതിൻ്റെ ഒക്കെ ആധാരത്തിൽ ഉണ്ടാക്കിയ ഒരു ബാഹ്യമായ ഒരു കോട്ട്, ആന്തരികമായി ബാഹ്യമായ ഒരു കോട്ട്, മീൻസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പുറമത്തെ ആളുകളുടെ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു കോട്ടിലാണ് ഒരുപാട് ആളുകൾ അവനവൻ്റെ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ പേഴ്സണാലിറ്റിയുടെ ആധാരത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മുടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയത് നെഗറ്റീവായിരിക്കുന്ന ഫയൽസ് ആണ് എങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന്, വാക്കിൽ നിന്ന് ആ രീതിയിൽ റിയാക്റ്റീവായിട്ട് മാറും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതായി മാറും. നിങ്ങൾ ഇമോഷണലി വീക്കായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ബിലീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. ബിലീവ് സിസ്റ്റത്തിനുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കുന്ന ഒറിജിനൽ ആയിരിക്കുന്ന വാല്യൂസ് എന്ത്, അത് റിയൽ ആയിരിക്കുന്ന ഫാക്ടർ എന്ത് എന്ന് കണ്ടെത്താൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വിശകലനം നടത്തി നോക്കിയേ പറ്റൂ. ഇത് മറ്റാർക്കും നടത്താൻ സാധിക്കുന്ന ഒന്നല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ എന്ത് വിധത്തിലതായിട്ടുള്ള ചിന്തകൾ നടക്കുന്നുണ്ട്. കുറച്ച് സമയം രാവിലെ നേരത്തോ രാത്രി ഉറങ്ങുന്നേക്കാൾ മുന്നോളതായിരിക്കുന്ന കുറച്ച് സമയം, ഒരു 10 to 15 minutes മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മൊബൈലിൻ്റെ ലോകം മാറ്റി വെച്ചേക്കുക. മൊബൈലിൻ്റെ മെസ്സേജ് വരുന്നതിൻ്റെ ടിങ് ടിങ് ടോൺ കേൾക്കരുത്. നമ്മൾ എല്ലാത്തിൽ നിന്നും നമ്മളെ മാറ്റി വെച്ചുകൊണ്ട് ശാന്തമായി സൈലൻ്റ് ആയിരുന്നു കൊണ്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്ത് ചിന്തകളാണ് നടക്കുന്നത്, എൻ്റെ വിശ്വാസം എന്താണ്, ഇന്നത്തെ ജീവിതത്തിലെ, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ കടന്നുപോയതായിരിക്കുന്ന ദിവസങ്ങളിൽ ഏത് ടൈപ്പ് ഓഫ് ഫീലിങ്സ് ഓട്ടോമാറ്റിക് ഞാൻ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട്
മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണോ അതോ മറ്റുള്ളവർ പറയുന്നതിനെ യാതൊരു ഫിൽറ്ററും കൂടാതെ അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിച്ച് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ ഉപബോധ മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണോ, ഫീലിങ്സ് ആണോ, എന്താണ് എൻ്റെ ഉള്ളിൽ എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് എൻ്റെ ഉള്ളിലൊരു മാറ്റം വേണോ? തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്താൻ തയ്യാറാവണം. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പലരും എന്നോട് പറയാറൊരു കാര്യമുണ്ട്, സമയമില്ല സിസ്റ്റർ, രാവിലെ എഴുന്നേറ്റു ആ കാര്യം ചെയ്തു, പിന്നെ ഈ കാര്യം ചെയ്തു, പിന്നെ ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ ഓഫീസിൽ പോയി, പിന്നെ വന്ന് അവരെ കണ്ടു ഇവരെ കണ്ടു, എല്ലാം കഴിഞ്ഞ് 10 മണിയായി, 10 മണിയല്ലേ ആയിട്ടുള്ളൂ എന്ന് ഞാൻ അവരോട് പറയും. എന്നാലും അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയില്ല എങ്കിൽ നാളെ ഇതിൻ്റെ ഇരട്ടി സമയം 24-48 മണിക്കൂറാക്കി തന്നാൽ പോലും കാര്യങ്ങൾ നമുക്ക് തീരൂല്ല. കാര്യങ്ങളുടെ ഓവർ സ്ട്രെസ് കൊണ്ട് നമ്മൾ രോഗിയായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി, അഴുക്കുള്ളടത്ത് പോയി വന്നു കഴിഞ്ഞാൽ കുളിക്കാതെ ആരും കയറി കിടന്ന് ഉറങ്ങാറില്ല. അതുപോലെ നമ്മുടെ മനസ്സ് പലവിധ അഴുക്കുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ദിവസവും രാത്രി അന്നുണ്ടായ കാര്യങ്ങളെ സ്വയം നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ, ഏത് സമയത്ത് എന്ത് സംഭവിച്ചു, രാവിലെ മുതൽ രാത്രി വരെ എൻ്റെ ഉള്ളിൽ നിന്ന് ഏത് രീതിയിലുള്ള റെസ്പോൺസ് അതിന് നേരെ ഉണ്ടായി, ഏത് രീതിയിലുള്ള പ്രതികരണം എൻ്റെ നേരെ ഉണ്ടായി, ആ പ്രതികരണത്തിൽ എത്രമാത്രം പോസിറ്റീവ് ഉണ്ടായിരുന്നു, എത്ര നെഗറ്റീവ് ഉണ്ടായിരുന്നു. നെഗറ്റീവ് ഉണ്ടായി എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുമില്ലാതൊരു നെഗറ്റീവ് ഉണ്ടാവില്ല. ഒരു കീടാണുവെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ദുർഗന്ധം ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ എൻ്റെ ഉള്ളിൽ ദുർഗന്ധമാകുന്ന ആ റിയാക്ഷൻ വരാൻ കാരണമായിരിക്കുന്ന കീടാണു എന്തെന്ന് കണ്ടെത്തി അതിനെ സ്വയം നശിപ്പിച്ച് കളയാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണത. ഒരു വിധത്തിലും നിങ്ങൾക്ക് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാന്റെ പേരിൽ ഒരു കത്ത് എഴുതിക്കൊണ്ട്, ആരും നമ്മളെ ചതിക്കില്ല, മനുഷ്യന്മാരാണെങ്കിൽ പിന്നെയും ആക്കി വയ്ക്കാം, പക്ഷെ ഭഗവാൻ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളെ ചതിക്കില്ല. അതുകൊണ്ട് എല്ലാ ഫീലിങ്സും ഭഗവാന്റെ മുന്നിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് മനസ്സിനെ കാലിയാക്കി ഇമോഷൻസിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് കാം ആൻഡ് കൂളായിട്ട് വേണം രാത്രി നമുക്ക് ഉറങ്ങാൻ. പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് 10 മിനിറ്റ് സമയം നമുക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചേ പറ്റൂ. പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, പോസിറ്റീവായിരിക്കുന്ന അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ സെൽഫ് റെസ്പെക്റ്റിനെ വാനോളം ഉയർത്തിയിട്ട് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. എങ്കിൽ ഒരുപാട് വലിയൊരു സർക്കിളിനുള്ളിലേക്ക് എത്ര ചെറിയ സർക്കിൾ ഇട്ടാലും ആ വലിയ സർക്കിളിനെ കവർ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ, നമ്മുടെ എനർജി ഫീൽഡിനെ അത്രയധികം വികസിപ്പിച്ച ശേഷം നിങ്ങൾ ഒരുപാട് ആളുകളുമായിട്ടുള്ള വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ പലരുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ളതായിട്ട് എനർജികളും നിങ്ങളിലേക്ക് വന്നാലും അതൊന്നും നമ്മൾ പ്രഭാവം ഉണ്ടാക്കില്ല. കാരണം നമ്മൾ അതിനേക്കാളൊക്കെ വലിയൊരു എനർജി ഫീൽഡിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കുക. ഈ രീതിയിൽ രാവിലെയും രാത്രിയും നമ്മളെ വിശകലനം ചെയ്യാനും ചെക്ക് ചെയ്യാനും, അഥവാ ഏതെങ്കിലും ഒരു കീടാണുവാകുന്ന നെഗറ്റീവ് ഫീലിംഗ് ഓർ തോട്ട് നമ്മളുള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ക്ലീൻ ആൻഡ് ക്ലിയർ കമ്പ്യൂട്ടറാക്കി നമ്മുടെ ബ്രെയിനിനെ കാം ആൻഡ് കൂളാക്കി മാറ്റി അതിന് റിലാക്സേഷനിൽ കൊണ്ടുപോയി രാവിലെ ഉണർന്ന ഉടനെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സ് കൊടുത്തുകൊണ്ട് എനർജറ്റിക് ആക്കിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ബിലീവ് സിസ്റ്റത്തിൽ നിങ്ങൾ എത്ര വർഷങ്ങൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിലറിയാതെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും നിരന്തരമായിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സിലൂടെ ആ ബിലീവ് സിസ്റ്റം 100% പോസിറ്റീവിലേക്ക് മാറ്റാനും എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവ്ലി ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആവാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇത് 2 കൊച്ചു കാര്യങ്ങളാണ്. രാത്രി ഉറങ്ങും മുന്നേ നമ്മൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യണം. ധർമ്മരാജാവായിരിക്കുന്ന ഭഗവാനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്വയം വിശകലനം ചെയ്ത് ഓരോ കാര്യത്തെയും കണ്ട്, അഥവാ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. രാവിലെ ഉണർന്ന ഉടനെ ഹൈലി പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് കൊണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണെന്നാണ്. ഭഗവാൻ ഈ ലോകത്തിൽ സർവശക്തിവാനാണ്, ആ ഭഗവാന്റെ രചനയാണ് ഞാൻ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്. ഈശ്വരൻ സ്നേഹസാഗരനാണ്, ആ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ്. ഭഗവാൻ ശാന്തി സാഗരനാണ്, ആ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാസ്റ്റർ ശാന്തി സാഗരൻ തന്നെയാണ്. ഞാൻ ഈ സൃഷ്ടിയിലെ ഒരാളും നോക്കിയ നമ്മുടെ ഈ ലോകത്ത് ഒരാൾക്കും സ്ഥിരമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയില്ല. 4 നാളത്തെ ഈ വസ്ത്രമിട്ടുകൊണ്ട് ഒരു അതിഥിയെ പോലെ വന്നിരിക്കുന്നു. ഞാൻ മഹാനാത്മ, മഹാൻ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വന്ന ആത്മ. ഈ രീതിയിലുള്ള ഹൈലി പോസിറ്റീവായിരിക്കുന്ന അഫർമേഷൻസ് ആ സമയത്ത്
സമയത്ത് ക്രിയേറ്റ് ചെയ്ത ഫീൽ ക്രിയേറ്റ് ചെയ്താൽ ആ എനർജി ഫീൽഡിന് ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്രയും പോസിറ്റീവായിരിക്കുന്ന ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് രാത്രി ക്ലീൻ ചെയ്യുക, രാവിലെ നിറയ്ക്കുക. ഈ 2 കാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തന്നെ ഹാർഡായിരിക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടുണ്ടായിപ്പോയ ബിലീഫ് സിസ്റ്റവും റിയാക്ഷണറി പേഴ്സണാലിറ്റി ആണെങ്കിലും രണ്ടും മാറിക്കൊണ്ട് പോസിറ്റീവ് ആൻഡ് ഹാപ്പി പ്രൊയാക്റ്റീവ് ആയിരിക്കുന്ന ഒരു പവർഫുൾ ആയിരിക്കുന്ന പേഴ്സണാലിറ്റി ആവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തിനേയും നല്ല ഭാവത്തോടെ കാണുന്ന നല്ല വ്യക്തിത്വമായി വികസിക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് 2 കൊച്ചു കാര്യങ്ങളാണ്, ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സദാ സന്തോഷം നിറഞ്ഞതായിട്ട് മാറും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.